നിങ്ങൾക്ക് ബാഴ്സലോണയുടെ ഈ പുതിയ രാജാവിനെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. 2007 യൂണിസെഫ് ഒരു ചാരിറ്റി ഫോട്ടോഷൂട്ടിനിടയിൽ സാക്ഷാൽ ലയണൽ മെസ്സി തന്റെ കൈകളിൽ വെച്ച് കുളിപ്പിച്ച ഒരു കൊച്ചു വാവയുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മെസ്സിയുടെ അതേ ബാഴ്സലോണ ക്ലബിന്റെ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ഫുട്ബോൾ ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ഒരു കൊടുങ്കറ്റായി ആ പയ്യൻ മാറുമെന്ന് അന്ന് ആരെങ്കിലും കരുതിയോ? അതാണ് സ്പാനിഷ് വണ്ടർകിഡ് ലാമിൻ യമാൽ. സ്പെയിനിലെ ഒരു ദരിദ്രമായ ചേരിപ്രദേശത്ത് ഒരു മൊറോക്കോക്കാരൻ അച്ഛന്റെയും ഇക്വറ്റോറിയൽ ഗിനിക്കാരനായ അമ്മയുടെയും മകനായാണ് യമാൽ ജനിച്ചത്. ദാരിദ്ര്യത്തിനിടയിലും ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ യമാൽ തന്റെ 7-ാം വയസ്സിൽ ബാഴ്സലോണയുടെ വിഖ്യാതമായ ലാ മാസിയ അക്കാദമിയിൽ എത്തിച്ചേർന്നു. അവിടെ അവൻ പന്തുമായി നടത്തിയ മാന്ത്രികത കണ്ട് വെറും 15-ാം വയസ്സിൽ ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ അവനെ അരങ്ങേറ്റം കുറിക്കാൻ കോച്ച് സാവി നിർബന്ധിതനായി. ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഡെബ്യൂട്ടന്റ്. പിന്നീട് റെക്കോർഡുകളുടെ ഒരു പൂരം തന്നെയായിരുന്നു. ലാ ലിഗയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ, എൽ ക്ലാസിക്കോ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം. എന്നാൽ കഥ അവിടെയും തീർന്നില്ല. യൂറോ കപ്പിൽ സ്പെയിൻ ജേഴ്സിയിലിറങ്ങിയ യമാൽ ഫ്രാൻസിനെതിരെ അടിച്ച ആ ലോകോത്തര ഗോളും 17-ാം വയസ്സിൽ യൂറോ കപ്പ് കിരീടമുയർത്തിയതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായി 2 തവണ സ്വന്തമാക്കിയ ഒരേയൊരു താരവും യമാൽ തന്നെയാണ്. ഇന്നിതാ ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്പെയിനിന്റെയും ബാഴ്സലോണയുടെയും അവിഭാജ്യ ഘടകമായി മാറി മെസ്സിയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് യമാൽ തെളിയിച്ചു കഴിഞ്ഞു. ഇത്തവണത്തെ ഫിഫ ലോകകപ്പിൽ ലാമിൻ യമാൽ സ്പെയിനിനെ കിരീടത്തിലേക്ക് നയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ ഫുട്ബോൾ സ്റ്റോറികൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.